പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം തപസ് എന്തിന് എന്നതാണ്. ഭാരതത്തിൻ്റെ പ്രഭ അഥവാ ശക്തി തപസ്സാണ്. താപസന്മാരുടെ നാടാണ് ഭാരതം. ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് തപസ്സിൻ്റെ ശക്തിയാണ്. ഋഷിമാർ അഥവാ മന്ത്രദ്രഷ്ടാക്കൾ, പണ്ഡിതന്മാർ, ആചാര്യന്മാർ, സിദ്ധന്മാർ, യോഗികൾ, ദേവന്മാർ ഇവരൊക്കെ ഇരിക്കുന്ന സ്ഥാനങ്ങളെല്ലാം തപസ് ചെയ്ത് നേടിയതാണ്. ഒറ്റക്കാലിലും ഇരുന്നും തല കീഴ്പോട്ടും വെള്ളത്തിലും പഞ്ചാഗ്നിയിലും വെയിലും മഞ്ഞും മഴയും സഹിച്ചും ഭക്ഷണം നിയന്ത്രിച്ചും ഒഴിവാക്കിയും ആയിരക്കണക്ക് വർഷങ്ങൾ തപസ് ചെയ്തവരാണ് ഇവരൊക്കെ. എന്നാൽ തപസ് ചെയ്ത് വരം വാങ്ങി സിദ്ധികൾ നേടി അധപ്പതിച്ചവരെയും കാണാം. കലികാലത്തിൽ പ്രാണികൾ അല്പായുസ്സുക്കളാണ്. ജനാധിപത്യ സംവിധാനം വന്നതോടെ ഇവിടത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ മഹത്വം, ധർമ്മബോധം ഇല്ലാത്ത ജനങ്ങൾ അറിയാതെയായി. ആത്മസ്വരൂപം മറന്ന് ശരീരമാണ് താൻ എന്ന് തെറ്റിദ്ധരിക്കയാൽ ശരീര സംരക്ഷണം, കുടുംബ ഭദ്രതയ്ക്ക് അന്യരും നാടും നശിച്ചാലും താൻ സുരക്ഷിതനായി ഇരിക്കണം എന്ന ദുർചിന്തയിൽ എല്ലാ മേഖലയിലും വ്യാജം പ്രവർത്തിക്കാൻ തുടങ്ങി. ന്യായം നോക്കാതെ പണം സമ്പാദിക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യം. ധർമ്മത്തിന് നാശമില്ലെന്ന സത്യം നിലനിൽക്കയാൽ 1000-ൽ 1 ആൾ ധർമ്മജീവിതം ആഗ്രഹിക്കുന്നുണ്ട്. അവരാണ് തപസ് ചെയ്യാൻ മോഹിക്കുന്നവർ. തപസ്സുകൊണ്ട് പുരുഷാർത്ഥം നേടാവുന്ന മനുഷ്യ ജന്മം കിട്ടിയിട്ടും സ്വർഗ നരകാദി ലോകങ്ങളെ കിട്ടാവുന്ന കുൽസിത കർമ്മങ്ങളെ സ്വീകരിക്കുകയും ആത്മാനന്ദം അനുഭവിപ്പാനും താപത്രയ ദുഃഖങ്ങളെ അതിക്രമിപ്പാനും ഉള്ള നിവർത്തി മാർഗത്തെ ഈ മാനവർ സ്വീകരിക്കാതിരിക്കുന്നതെന്തെന്നാൽ കഴിഞ്ഞ കലിയിൽ മഹാപാപങ്ങൾ ചെയ്ത് രൗരവം എന്ന നരകത്തെ പ്രാപിച്ചിരിക്കുന്ന ജീവാത്മാക്കളാണ് ഈ കലിയിൽ മനുഷ്യജന്മം എടുത്തു വരുന്നവർ. മുൻ ജന്മത്തിലെ പാപവാസന ഈ ജന്മത്തിലും തുടരുന്നതിനാൽ പാപകർമ്മങ്ങളെ അവർ പ്രവർത്തിക്കുള്ളൂ. 1000-ൽ 1 ആൾ ഒരു പക്ഷേ പരിവർത്തനമുണ്ടായി സൽചിന്ത ഉണ്ടായി എന്ന് വരാം. അവരാണ് നല്ല കർമ്മങ്ങളെ ചെയ്യുവാൻ മുന്നോട്ട് വരുന്നവർ. ബാല്യം മുതലേ ധർമ്മജീവിതം ഉണ്ടാവാനുള്ള സുഹൃതികൾ കുറവായിരിക്കും. നല്ല പ്രായം കഴിയുമ്പോഴാണ് ഭക്തിയും ആത്മ അന്വേഷണവും ഉണ്ടാവുന്നത്. അപ്പോഴേക്കും ആരോഗ്യം നിയന്ത്രണാതീതമായിട്ടുണ്ടാവും. ഇപ്പോൾ മനുഷ്യരിൽ കാണുന്നത് ഭക്തിയല്ല, കാര്യസാധ്യത്തിനുള്ള വ്യാപാരമാണ്. അത് ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. അതിൽ 5% മനുഷ്യർ മാത്രമാണ് ഭക്തിയുള്ളവർ. മനുഷ്യരിൽ നന്മയിലേക്ക് ഉയരുന്ന തുടക്കമാണ് ഈ ഭക്തി. അവർ ഭക്തിയുടെ പേരിൽ ക്ഷേത്രങ്ങളിലായി കറങ്ങും. അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പാകം വരുമ്പോൾ നാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലാൻ ആരംഭിക്കും. ജപത്തിലൂടെ മനസ്സിന് അല്പം ശുദ്ധി ഉണ്ടാവും. അതിൻ്റെ ഫലനായി അടുത്ത ഘട്ടം തീർത്ഥാടനം പോലുള്ള പുണ്യ സ്ഥലങ്ങളിൽ പോകും. അതിലൂടെ മനസ്സ് ശുദ്ധമാവും. അപ്പോൾ മുക്തിക്ക് വേണ്ട
ജ്ഞാന സമ്പാദനത്തിനായി ശ്രമിക്കും. അങ്ങനെ പടിപ്പടിയായി ജീവിതം ഉയരും. അനവധി ജന്മങ്ങളിലൂടെ സാധ്യമാവുമ്പോഴാണ് ആത്മാവെ അറിയാനുള്ള ജ്ഞാനമാർഗം അനുഗ്രഹമാവുന്നത്. ഇനി നമുക്ക് ആചാര്യനെ തിരയാം. ഇപ്പോൾ ആണും പെണ്ണുമായി ധാരാളം ഗുരുക്കന്മാരെ കിട്ടാനുണ്ട്. എന്നാൽ ശിഷ്യന്മാരെ കിട്ടാനാണ് പ്രയാസം. ശാസ്ത്രം പഠിച്ചതിനാൽ ആർക്കും ആത്മജ്ഞാനം ഉണ്ടാവണമെന്നില്ല. പഠിച്ചതിനെ അവതരിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായതിനാലോ വേഷഭൂഷാദികളാലോ സത്വഗുണം വളരില്ല. അത് ഇല്ലാതെ ആരും ഗുരു ആകുന്നതുമില്ല. ഗുരുവിനെ അന്വേഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് തപസ്സും ആത്മജ്ഞാനവും വൈരാഗ്യവും അനുഭവ സമ്പത്തുമുള്ള ഗുരുവിനെ കണ്ടെത്തണം. പല പ്രാവശ്യം അന്വേഷിച്ചും ആലോചിച്ചും വേണം തീരുമാനിക്കേണ്ടത്. തീരുമാനിച്ച് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ദോഷം കാണരുത്. ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കണം. നമ്മുടെ ഇഷ്ടമൂർത്തിയാണ് നേരമായപ്പോൾ ഗുരുവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. വീട്ടിൽ പൂജാമുറിയിലോ ഇല്ലെങ്കിൽ സാധന അനുഷ്ഠിക്കാൻ ആവശ്യമായ ഒരു മുറി തയ്യാറാക്കണം. അതിൽ ദേവി ദേവന്മാരുടെ ഫോട്ടോകൾ ആവശ്യമാണെങ്കിൽ വെക്കാം. വിളക്ക് മാത്രം വെച്ചും വേണ്ടെങ്കിൽ വെക്കാതെയും 4 ഇഞ്ച് ഉയരത്തിൽ സൗകര്യത്തിൽ ഇരിക്കാനുള്ള ഒരു പീഠം നല്ലതാണ്. ഇല്ലെങ്കിൽ പായയിൽ കനമുള്ള കമ്പിളിയോ പുതപ്പോ ഇരിക്കാൻ പാകത്തിന് മടക്കി വെക്കണം. അതിൻ്റെ മുകളിൽ പച്ച, മഞ്ഞ, നീല, ചുമപ്പ് നിറത്തിൽ ഇളം കളറുള്ള ഒരു തുണി വിരിക്കണം. ഈ തുണി മുഷിയുമ്പോൾ കഴുകാൻ സൗകര്യമാവും. ഇരിക്കാൻ പ്രയാസമുള്ളവർ കസേരയിൽ ഇരുന്നും ജപിക്കാവുന്നതാണ്. ഇനി കാലത്തെ നോക്കാം. രാവിലെ 3 മുതൽ 6 മണി വരെ ഉള്ള ആദ്യ യാമത്തിൽ ബ്രാഹ്മ മുഹൂർത്തം സ്ഥിതി ചെയ്യുന്നതിനാൽ സരസ്വതി യാമം എന്ന് പറയും. ഉദയത്തിൻ്റെ അരമണിക്കൂർ മുൻപും ശേഷവും സുമാർ 6 മണി മുതൽ 7 മണി വരെയുള്ള കാലം പ്രാതസന്ധ്യയും തൻ്റെ നിഴൽ തൻ്റെ പാദത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന നേരം സുമാർ 12 മണി മുതൽ 1 മണി വരെ മധ്യാഹ്ന സന്ധ്യയും അസ്തമയം സുമാർ 5:30 മുതൽ 6:30 വരെയുള്ള സമയം സായം സന്ധ്യയും. അങ്ങനെ ത്രിസന്ധ്യകളും ആദ്യ യാമവും ഉപാസനയ്ക്ക് ഉത്തമ കാലമാണ്. സദാ ഈശ്വര വിചാരം ചെയ്യുന്നവർക്ക് എല്ലാ കാലവും ശുഭമാകുന്നു. സന്യാസിക്ക് യമനിയമാദികൾ ഒന്നും ബാധകമേ അല്ല. അറിയാവുന്ന ആസനങ്ങളിലോ സുഖാസനങ്ങളിലോ വടക്കോ കിഴക്കോ നോക്കി ഇരിക്കണം. 108 മുത്തുള്ള ജപമാലയും സൂക്ഷിക്കാനുള്ള സഞ്ചിയും ഉണ്ടാവണം. ഗുരു നിർദ്ദേശിച്ച മന്ത്രസംഖ്യ എത്ര മാലയാണോ അത് ജപിക്കണം. ഇഷ്ടമന്ത്രവും ജപിക്കാം. സഹസ്രനാമങ്ങൾ, വേദ പുരാണ ഇതിഹാസങ്ങളും മറ്റും ആവശ്യാനുസരണം പാരായണം നടത്താം. മനുഷ്യജന്മം ഇതിനാവണം. ഏത് ശരീരം കിട്ടിയാലും ജീവിതം ദുഃഖപൂർണമാണ്. അവയെ അവസാനിപ്പിക്കാൻ കിട്ടിയതാണ് അപൂർവമായ മനുഷ്യജന്മം. ശ്രേഷ്ഠജന്മം കിട്ടിയിട്ടും അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ അത് വെറും പാഴ് ജന്മമാണ്. മന്ത്രം പുരച്ഛരണം ചെയ്യാനുള്ളവർ ഗുരുവിൽ നിന്നും ഉപദേശവും വിധികളും തേടണം.
ജപം ഒരു നേരമാവാം, 2ഉം 3ഉം നേരമായും ജപിക്കാം. ഓരോ നേരവും എത്ര മാല ജപിക്കണം എന്നത് സ്വയം തീരുമാനിക്കാം. സദാ ജപിക്കലിന് മാലയുടെ ആവശ്യമില്ല, മനസ്സ് മതി. സദാ ഈശ്വര വിചാരം ചെയ്യലിൻ്റെ പേരാണ് തപസ്. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, തപസ്സിൽ ഞാൻ ജപയജ്ഞമാണെന്ന്. തപസ്സിലൂടെ സത്വഗുണത്തെ നിലനിർത്തിയാലും സായുജ്യം ഉണ്ടാവണമെങ്കിൽ ത്രിഗുണങ്ങളെയും ജയിച്ച് നിർഗുണത്തിൽ എത്തണം. യോഗികൾ ശരീരത്തിൽ ഇരുന്നാലും നിർഗുണത്തിൽ നിൽക്കയാൽ ശരീരബോധമോ ലോക വ്യാപാരങ്ങളോ ഉണ്ടാവില്ല. മനസ്സ് മരിച്ചു കഴിഞ്ഞു. പ്രാരബ്ധം അവസാനിക്കും വരെ ശരീരം നിലനിൽക്കും. ശരീരം വേർപെടുന്നതോടെ ആ മഹാത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കുന്നു. കുളി കഴിഞ്ഞാൽ ശുദ്ധവസ്ത്രം ഭസ്മാദികൾ ധരിച്ച് നട്ടെല്ല് കഴുത്ത് നിവർന്നിരുന്ന് കണ്ണടച്ചോ പകുതി അടച്ചോ പ്രാണായാമം ചെയ്തും ഇഷ്ടദേവതാ ബിംബം മനസ്സിൽ ധ്യാനിച്ചും ഭ്രൂമധ്യത്തിൽ നിർഗുണ ധ്യാനത്തിലോ സൗകര്യം പോലെ ഉപാസന ആരംഭിക്കാം. പാരായണത്തിലൂടെ ഗ്രഹിച്ച വിഷയങ്ങളെ വിചാരം ചെയ്യണം. ഭക്ഷണങ്ങൾ മിതമായി കഴിക്കാവൂ. ഭക്തി ആധ്യാത്മ ജീവിതം അനുഷ്ഠിക്കുന്നവർ ശുദ്ധവും പുതുമയും സാത്വികവുമായുള്ള ആഹാരങ്ങളെ കഴിക്കാവൂ. പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴയതായി. കഴിച്ചതിൻ്റെ ബാക്കി പിന്നീട് കഴിക്കുന്നത് ഉച്ഛിഷ്ടമാണ്. എരിവ്, പുളി, ഉപ്പ്, അച്ചാറ്, കൊണ്ടാട്ടം മുളക്, പപ്പടം ഇവ സത്വഗുണത്തെ അമർത്തുന്നതാണ്. വഴുതന, മുരിങ്ങക്ക, ഉള്ളിവർഗ്ഗങ്ങൾ, ഉഴുന്ന്, അധികം എണ്ണ, പപ്പായ ഇവ വർജന്യമാണെങ്കിലും ഇന്നത്തെ കാലത്ത് ചില സാധനങ്ങൾ ഔഷധമായും ആവശ്യമുള്ളതിനാലും ഉപയോഗം കുറച്ചാവാം. പകൽ ഉറങ്ങരുത്. മോക്ഷം കാക്ഷിക്കുന്നവർ ആൾക്കൂട്ടങ്ങൾ, പിറന്നാൾ, വിവാഹം, മരണം, അടിയന്തരം, പൊതുപരിപാടി, ഉത്സവങ്ങൾ ഇവയിൽ എല്ലാം വിട്ടുനിൽക്കണം. ക്ഷണമുള്ള പരിപാടിയിൽ പങ്കെടുക്കുക, തിരിച്ചു വരിക. ഗൃഹസ്ഥാശ്രമികൾ ക്ഷണിക്കുന്ന വിവാഹത്തിന് മുന്നേ കൂട്ടിയും ആത്മബന്ധുക്കളുടെ വീട്ടിൽ മരണത്തിൽ പിന്നീടും പോകാം. സംവാദമോ ആരുടെയും ഗുണദോഷങ്ങളോ പങ്കുവെക്കരുത്. സാക്ഷാത്കാരത്തിന് അനുഗ്രഹം ലഭിച്ചവരുടെ പ്രാരബ്ധ ശരീരത്തിന് ക്ലേശങ്ങൾ കൂടുതലാവും. എന്നാൽ അവർ ആത്മഭാവത്തിൽ ഇരിക്കയാൽ അനുഭവിച്ചു തീർക്കാനുള്ളതാണെന്ന് കരുതി വിഷമിക്കാറില്ല. ഓർമ്മയ്ക്കായി രമണ മഹർഷി, രാമകൃഷ്ണ പരമഹംസർ അങ്ങനെയുള്ള അനവധി മഹാത്മാക്കളെ കാണാനുണ്ട്. സന്യാസ ജീവിതം തപസ്സാണ്, ത്യാഗമാണ്. തപസ്സിൻ ഫലമായി സിദ്ധികളുണ്ടാവും. ആരോടും അത് കാണിക്കരുത്. ഏകാന്തവാസമാവണം. ആവശ്യമില്ലാതെ സ്ത്രീകളുമായി സമ്പർക്കം അരുത്. ശരീരം ആദ്യം കരുധർമ്മ സാധനം എന്ന് പാർവതി ദേവിയോട് ഭഗവാൻ ശിവൻ പറഞ്ഞിരിക്കുന്നു. ശരീരം തപസ്സാവുന്ന യാത്ര പോകേണ്ട തോണിയാണ്. അതിന് വിഘ്നമുണ്ടായാൽ ലക്ഷ്യം തടസ്സം വരും. ആയതിനാൽ ആവശ്യത്തിനുള്ള ഭക്ഷണം, ഔഷധം കാലനേരങ്ങളിൽ കൊടുക്കണം. മനുഷ്യയോനിയിൽ അംഗവൈകല്യങ്ങൾ, രോഗപീഡനങ്ങൾ ഇല്ലാതെ നല്ല സംസ്കാരത്തോടുള്ള ഒരു ജന്മം കിട്ടിയത് ആ ജീവൻ
ആത്മവിചാരം ചെയ്യാനും ജന്മം സഫലമാക്കാനുമായത് ജന്മാന്തര പുണ്യം, ഈശ്വര അനുഗ്രഹം, ഗുരു കാരുണ്യം എല്ലാം ഒത്തുണ്ടായതാണ്. മഹാഭാഗ്യം. ഹരി ഓം.